പ്രിയപ്പെട്ടവരെ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് ചൊല്ല്. ചങ്ങാതിയെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ ശ്രദ്ധ തന്നെ വേണം. ചിലരുടെ സഹവാസം ഗുണമുണ്ടാക്കുമെങ്കിൽ മറ്റുള്ള ചിലരുടെ ചങ്ങാത്തം നിങ്ങളുടെ ഭാവിയെ തന്നെ അപകടത്തിലാക്കും. മോശം കൂട്ടുകാർ നമ്മളെ അപകടത്തിൽ ചാടിക്കും, പറ്റിക്കും. ചില സുഹൃത്തുക്കൾ അവനവൻ്റെ കാര്യം നേടിയെടുക്കാൻ മണിയടിച്ച് നിന്ന് പിന്നിലൂടെ പണിതരും. കുശുമ്പും കുന്നായ്മയും അസൂയയും ഒക്കെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും. കുരുത്തം കെട്ട ചങ്ങാതിമാർ നമ്മളെ കുരുത്തക്കേടുകളിലേക്ക് നയിക്കും. കളവ് പറയാനും പണം മോഷ്ടിക്കാനും മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനുമൊക്കെ അവർ നമ്മെ പ്രേരിപ്പിക്കും. നമ്മുടെ ഫ്രണ്ട് നമുക്ക് പണിയാകുമെന്ന് മനസ്സിലാക്കിയാൽ അവരെ ഒഴിവാക്കിയേക്കും. അത്തരം ബന്ധങ്ങൾ മുളയിലേ തന്നെ നുള്ളണം. നന്നാവാൻ അവസരവും നൽകി നോക്കാം. എന്നിട്ടും വഞ്ചി കരക്കെടുക്കുന്നില്ലെങ്കിൽ ഗെറ്റ് ദം ലോസ്റ്റ് എന്ന് മാത്രം നമ്മൾ പറയുക. പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല സുഹൃത്തുക്കളും നമുക്കുണ്ട് കേട്ടോ. നല്ല സ്നേഹിതരെ നിലനിർത്തുന്നതിനും സ്നേഹബന്ധം ശക്തിപ്പെടുത്തുന്നതിനും നമുക്ക് സാധിക്കണം. സന്തോഷത്തിലും ദുഃഖത്തിലും നിങ്ങൾക്കൊപ്പം ചേർന്നു നിൽക്കുന്നവരാണ് നല്ല സ്നേഹിതർ. നിങ്ങളുടെ പ്രശ്നങ്ങൾ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാതു തരുന്നവരാണ് ഉറ്റ തോഴർ. അവർക്ക് നിങ്ങളുടെ ഉള്ളെറിഞ്ഞ് പെരുമാറാനാകും. നിങ്ങളുടെ ഉയിരിൻ്റെ കൂടപ്പിറപ്പുകളായിത്തീരും. ജന്മം കൊണ്ട് കൂടപ്പിറപ്പുകളല്ലെങ്കിലും സ്നേഹം കൊണ്ട്, നിങ്ങളെ കേൾക്കുന്നതിലുള്ള അവരുടെ ക്ഷമ കൊണ്ട് അവർ നിങ്ങളുടെ കൂടപ്പിറപ്പുകളായിത്തീരും. എല്ലാ സങ്കടങ്ങളും അവരുടെ അടുത്തിരിക്കുമ്പോൾ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവും. ആ മനുഷ്യരെ നിങ്ങൾ ചേർത്തു പിടിക്കണം. ഇങ്ങനെ നല്ല സുഹൃത്തുക്കളെ കിട്ടാനും ദുഷ്ടസംസർഗം ഒഴിവാക്കാനും വേണ്ടി പണ്ടുകാലത്ത് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ജപിച്ചിട്ട് കിടക്കുമായിരുന്നു. എന്തായിരുന്നു? ദൈവമേ കൈതൊഴാം, കേൾക്കുമാറാകണം, പാവമാം എന്നെ നീ കാക്കുമാറാകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ദുഷ്ടസംസർഗം വരാതെയായി ഇടണം, ശിഷ്ടരായുള്ളവർ തോഴരായി ഇടണം. അത് നിരന്തരം പ്രാർത്ഥിക്കുക. നിങ്ങൾക്കുറ്റ തോഴരെ കിട്ടും. നിങ്ങളുടെ കൂടപ്പിറപ്പുകളല്ലെങ്കിലും നിങ്ങളുടെ ഉയിർപ്പിറപ്പുകളായിരിക്കുന്ന മനുഷ്യർ, നിങ്ങളുടെ ഉയര അന്ത്യത്തോളം നിങ്ങൾക്കൊപ്പം നിങ്ങളെ കേൾക്കാൻ നിങ്ങൾക്കുള്ള നല്ല കാതുകളായിരിക്കുന്ന മനുഷ്യർ, അവർക്കൊപ്പം നിങ്ങൾ ജീവിച്ചു തുടങ്ങുക.